നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. കുവൈറ്റ് സിറ്റി മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആഭ്യന്തര മന്ത്രാലയം നടത്തിയ നീക്കത്തിൽ വൻ മയക്കുമരുന്ന് ശേഖരം പിടികൂടി. നീതിന്യായ മന്ത്രാലയത്തിലെ ജീവനക്കാരായ 3 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ക്രിമിനൽ സെക്യൂരിറ്റി സെക്ടറിന് കീഴിലുള്ള ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഫോർ ഡ്രഗ് കൺട്രോൾ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ഇവരിൽ നിന്ന് കഞ്ചാവ്, ഒരു ഇലക്ട്രോണിക് തുലാസ്, നിരവധി ഒഴിഞ്ഞ പാക്കറ്റുകൾ എന്നിവ കണ്ടെടുത്തു. കുവൈറ്റ് സിറ്റി കുവൈത്തിൽ സ്വകാര്യ സ്കൂളുകളിലെ ഫീസ് വർധനവ് തടഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിതല ഉത്തരവ് വീണ്ടും പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് വിദ്യാഭ്യാസ മന്ത്രി എഞ്ചിനീയർ സയ്യിദ് ജലാൽ അൽ തബ്തബായി ഉത്തരവിട്ടു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമേൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ നീക്കം. അതനുസരിച്ച് 2025-2026 അധ്യയന വർഷത്തേക്ക് ഭിന്നശേഷിക്കാരായ കുട്ടികൾ പഠിക്കുന്ന സ്വകാര്യ സ്കൂളുകളിലെ ഫീസുമായി ബന്ധപ്പെട്ട് 2020 61 നമ്പർ മന്ത്രിതല ഉത്തരവിലെ വ്യവസ്ഥകളും തുടർന്നും നടപ്പാക്കും. കൊച്ചിയിൽ നിന്ന് അബുദാബിയിലേക്ക് പോയ ഇൻഡിഗോ വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരിച്ചിറക്കി. വെള്ളിയാഴ്ച രാത്രി 11:10 കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട 6E1403 വിമാനമാണ് ശനിയാഴ്ച പുലർച്ചെ 1:44 കൊച്ചിയിൽ തിരിച്ചിറക്കിയത്. 2 മണിക്കൂറോളം പറന്ന ശേഷമാണ് വിമാനം തിരിച്ചിറക്കിയതെന്നാണ് വിവരം. ഈ സമയത്ത് വിമാനത്തിൽ 180-ലധികം യാത്രക്കാരും 6 ജീവനക്കാരും ഉണ്ടായിരുന്നു. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ. നന്ദി.